ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് ലിൻസീസ് ലിങ്ക് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഒരു റോഡ് സൈഡ് പ്ലാന്റ് ഹണ്ടിങ് ആണ്. അതായത് നമ്മുടെ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന കുറച്ച് പ്ലാന്റ്സ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അത് കാട്ടുചെടിയാണോ നാട്ടുചെടിയാണോ എന്നൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. അന്നേരം നമുക്ക് പ്ലാന്റ് ഹണ്ടിലേക്ക് പോകാം. വെൽക്കം. അന്നേരം ആദ്യം തന്നെ നമ്മൾ കാണുന്ന ഇതുപോലെ കാട്ടിൽ നിൽക്കുന്ന ചെടിയുടെ പേര് ഞാൻ പറയാം. ഇതിൻ്റെ പേരാണ് ക്രീപ്പിംഗ് ഓക്സി അല്ലെങ്കിൽ മെക്സിക്കൻ സൺഫ്ലവർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് പ്ലാന്റാണിത്. ഇത് ഇവിടെ നല്ലതുപോലെ പടർന്നങ്ങ് പോയിരിക്കുകയാണ്, കാട് പോലെ പടർന്നു പോയിരിക്കുകയാണ്. അന്നേരം ഇതിൻ്റെ ഈ പ്ലാന്റ് എവിടെ നിന്നാണ് വന്നത് ഞാൻ ഉറവിടം നോക്കി പോയപ്പോൾ എനിക്ക് മനസ്സിലായി ആരോ നട്ടുവെച്ചതാണ്. പിന്നീട് അത് ശ്രദ്ധിക്കാതിരുന്നപ്പോൾ ഇതുപോലെ കാട് കയറി അങ്ങ് പോയൊരു ചെടിയാണിത്. നമ്മളിതിൻ്റെ ഇതുപോലെ ഒരു ചെറിയൊരു പ്ലാന്റ്, ഞാനതിൽ നിന്ന് ഒരു പ്ലാന്റ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ അതിൻ്റെ വേരോട് കൂടിയാണ് പറിച്ചെടുത്തത്. ഇത് നമ്മൾ കൊണ്ടുവന്ന് നട്ടുവെക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ലാൻഡ്സ്കേപ്പ് പോലെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. അതിൻ്റെ പൂ കണ്ടോ, ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവേഴ്സാണ്. അതായത് നമ്മുടെ സൺഫ്ലവറിൻ്റെയൊക്കെ ചെറിയൊരു ടൈപ്പാണിത്. ഇതിന് വേറൊരു പേര് കൂടിയുണ്ട്, മെക്സിക്കൻ സൺഫ്ലവർ എന്ന് പറയും. മേ ബി ഇത് സൺഫ്ലവറിൻ്റെ ഒരു ഡ്വാർഫ് ഫോമാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റാണിത്. അതുമാത്രമല്ല ഇതിൻ്റെ പൂക്കൾ ഉപയോഗിച്ച് നമുക്ക് നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇത് കണ്ടോ, ഇതേപോലെ റോഡ് സൈഡിൽ ഈ പ്ലാന്റ് ഇങ്ങനെ നട്ടുവെക്കാനും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. ഈ പ്ലാന്റ് വെച്ചിട്ട് അതിൻ്റെ സൈഡിലായിട്ട് പാൻഡാനസ് ഒക്കെ വെച്ചിരിക്കുകയാണ്. ഇതേപോലെ നമുക്ക് വെക്കാൻ നല്ല രസമായിരിക്കും ഈ പ്ലാന്റ് ഉണ്ടെങ്കിൽ. എസ്പെഷ്യലി ഈ മെക്സിക്കൻ സൺഫ്ലവറിലെ ക്രീപ്പിംഗ് ഓക്സിക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതുകൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അടുത്തതായിട്ട് നമ്മൾ കാണുന്ന ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒലിയാൻഡർ പ്ലാന്റ് ആണ്. ഒലിയാൻഡർ പ്ലാന്റ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന അരളി എന്നാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. എസ്പെഷ്യലി അതിൻ്റെ ഫ്ലവർ കാണാൻ ഒത്തിരി നല്ലൊരു പ്ലാന്റ് ആണ്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഈ പ്ലാന്റിൻ്റെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് ഓറഞ്ച് കോസ്മോസ് അല്ലെങ്കിൽ പോപ്പി പ്ലാന്റ് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് നമ്മുടെ മാരിഗോൾഡ് അല്ല, മാരിഗോൾഡിൻ്റെ അത്രയും തട്ട് പൂക്കളൊന്നുമില്ലാത്ത ഒരു പ്ലാന്റാണ് ഇത്. അടുത്തതായിട്ട് നമ്മൾ കാണുന്ന പ്ലാന്റ് ഈ ഒരു പ്ലാന്റാണ് നമ്മുടെ പെരിവിങ്കിൾ അല്ലെങ്കിൽ കാതറാന്തസ് റോസസ് എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റാണ് ഇത്. അങ്ങനെ ഒരുപാട് പ്ലാന്റ് നമ്മൾ റോഡ് സൈഡിൽ കൂടെ നടന്നു പോവുകയാണെങ്കിൽ ഒത്തിരി ചെടികളും പൂക്കളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ചെടികളും പൂക്കളും ഇഷ്ടമുള്ളവർക്ക് എവിടെ പൂക്കളും ചെടികളും കണ്ടാലും അങ്ങോട്ടായിരിക്കും അവരുടെ ഒരു അട്രാക്ഷൻ അല്ലേ. അത് അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം അല്ലേ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ ഈ കോസ്മോസ് അല്ലെങ്കിൽ ഓറഞ്ച് കോസ്മോസ് എന്ന് പറയുന്ന ഈ പ്ലാന്റിൻ്റെ സീഡ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ തൈകൾ ഒരുപാട് ബുഷിയായിട്ട് ഇതുപോലെ വളർത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സീഡ് ഇട്ടിട്ട് വളർന്നു വരുംതോറും അതിൻ്റെ സീഡ് അവിടെ തന്നെ ഇട്ടാൽ ഇതേപോലെ സീഡ് ഉണങ്ങിയ സീഡ് വേണം. ഉണങ്ങിയ സീഡ് എടുത്തിടുകയാണെങ്കിൽ അതിൻ്റെ തൈകൾ അവിടെ തന്നെ കിടന്ന് നല്ലതുപോലെ കിളിച്ച് വരുന്നതായിരിക്കും. പിന്നെ ഈ പൂവിൻ്റെ പേര് ദശപുഷ്പമാണെന്നാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഒരു പൂവിട്ട് നമ്മളിതിൻ്റെ ജ്യൂസ് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. അതായത് നമ്മുടെ ചെമ്പരത്തി പൂ ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ പൂവും ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് ഞാൻ കണ്ട ഒരു പ്ലാന്റ് കാണിച്ചു തരാം. ഇതൊരു നമ്മുടെ ഗ്രീൻ ലീഫി പ്ലാന്റ് ആണ്. അതായത് പൂക്കളൊന്നും ഉണ്ടാകത്തില്ല ഇതിൻ്റെ അകത്ത്, ഇലച്ചെടിയാണിത്. ഇത് ഇലച്ചെടി കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇത് നമുക്ക് നല്ല ബുഷിയായിട്ട് നിർത്താൻ പറ്റിയ ഒരു ചെടിയാണിത്. ഇതിൻ്റെ കളറെന്ന് പറഞ്ഞാൽ ഇൻസൈഡിൽ വരുംതോറും ലീഫിൻ്റെ ഇൻസൈഡ് ഒരു ലൈറ്റ് ഗ്രീൻ കളറും അതിൻ്റെ ബോർഡേഴ്സ് കണ്ടാൽ മനസ്സിലാകും വൈറ്റ് കളറുമാണ്. ഇത് ചെടിച്ചട്ടിയിൽ വേണമെങ്കിൽ നമുക്ക് വെക്കാം, അല്ലെങ്കിൽ ഇതേപോലെ നിലത്ത് വെക്കുകയാണെങ്കിലും ഒത്തിരി ഭംഗിയായിരിക്കും ഈ ചെടി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പോയപ്പോൾ കണ്ടത് ഇതേപോലെ റോഡ് സൈഡിൽ കുറേ തണൽ ചെടികളാണ്. അതായത് അതിൻ്റെ അകത്ത് നിറച്ചും ചുമന്ന പൂക്കളുമായിട്ട് എന്ത് ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഈ ചെടിയുടെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് വളരെ ഹൈറ്റിൽ പോവുകയും ഒരുപാട് പൂക്കളുണ്ടാകുന്ന റെഡ് കളർ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ്. എസ്പെഷ്യലി ഇതുപോലുള്ള ഹൈവേയുടെയൊക്കെ സൈഡിൽ ഇതേപോലെ നട്ടുവെച്ചിരിക്കുന്നതാണ്.
അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഈ നമ്മുടെ ഈ കാട് പോലുള്ള അതായത് നിലത്ത് വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പൂക്കൾ, അതായത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂക്കൾ തറയിൽ ഇങ്ങനെ ഇതേപോലെ നിൽക്കുന്നത് കാണാം. അത് ഒത്തിരി ഭംഗിയാണ്. ഇവിടെ ഞാൻ നിങ്ങളെ 2 ടൈപ്പാണ് കാണിക്കുന്നത്. ഒരു ടൈപ്പാണ് ഇതിൻ്റെ മഞ്ഞ പൂക്കളാണുള്ളത്. ഈ ചെടി നിറച്ചും ഇതേപോലെ ആ ചെടിയുടെ ആ ഒരു സ്ട്രക്ചറും കാണാൻ തന്നെ ഒരുപാട് ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ അതിൻ്റെ പൂക്കൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും, ചെറിയ ചെറിയ പൂക്കളാണ്. അത് കാണാൻ ഒത്തിരി ഭംഗിയാണ്. അത് ഇലയാണെങ്കിൽ കനം കുറഞ്ഞ ഇലയും. ഈ ചെടിയുടെ പേരും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഒന്നും അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഈ പ്ലാന്റ് കാണുന്നത്. എനിക്കിത് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു പർപ്പിൾ കളർ ഒരു പ്ലാന്റാണ്. ഇത് കണ്ടോ, ഇത് എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാം. ഇതിൻ്റെ പൂ കാണാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഈ ഇലയോട് ചേർന്നാണ് ഇതിൻ്റെ ആ പൂക്കൾ വരുന്നത്, ചെറിയ ചെറിയ കുഞ്ഞി പൂക്കൾ. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്ത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.